എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ന്യൂ ഇയർ തൊട്ട് ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത്. എന്നാൽ ഇത് ഒരിക്കലും പ്രാവർത്തികമെന്ന കാര്യമല്ല. ഒരു ദിവസം കൊണ്ട് നമുക്കൊരിക്കലും ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്താൻ സാധിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത റോബോട്ടുകളായിരിക്കണം. നമ്മളൊരു മാറ്റം വരുത്തണമെങ്കിൽ അത് ഒരു മാസം മുമ്പ് നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് കൊണ്ടുവന്ന് അങ്ങനെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. ഏത് കാര്യമാണെങ്കിലും നമ്മളിപ്പോൾ ന്യൂ ഇയറിനൊരു കാര്യം ജീവിതത്തിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളതിനൊരു 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സ് മുമ്പ് തന്നെ അത് നമ്മൾ മനസ്സിൽ തീരുമാനിക്കണം. എന്നിട്ട് അത് ഉപബോധ മനസ്സിലേക്ക് ഫീഡായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള ഒരു എളുപ്പ വഴിയാണ് നമ്മൾ ജീവിതത്തിൽ മാറ്റേണ്ട മാറ്റങ്ങൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ചാർട്ട് പേപ്പറിൽ അത് എഴുതിയ ശേഷം നമ്മുടെ ബെഡ്റൂമിലെ കബോർഡിലോ അല്ല ഒട്ടിച്ചു വെക്കുക, അല്ല ഡോറിൽ. നമ്മൾ എഴുന്നേറ്റാൽ ഉടനെ കാണത്തക്ക രീതിയിൽ അത് ഒട്ടിച്ചു വെക്കുക. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകിട്ട് കിടക്കുമ്പോഴും നമ്മൾ എഴുതി വെച്ച് നമുക്കത് ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ റീഡ് ചെയ്യുക. അത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഒരാഴ്ച കൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് മെമ്മറിയിലേക്ക് അത് ഫീഡാകും. അങ്ങനെ അത് നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുമ്പോൾ നമുക്കത് മാറ്റണമെന്നുള്ള ചിന്ത എപ്പോഴും നമ്മുടെ ഉപബോധ മനസ്സിലുണ്ടാകും. അങ്ങനെ നമുക്ക് പതുക്കെ പടിപടിയായിട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ പെട്ടെന്ന് നമുക്ക് ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്താൻ സാധിക്കുകയില്ല. ഇത് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മുടെ ഒരു പാഷൻ എന്താണോ അതുമായിട്ട് മുന്നോട്ട് പോകാം. മറ്റുള്ളവർ നമ്മളെ വിമർശിക്കാനും ഒരുപാട് പേര് എല്ലായിടത്തും കാണും. മറ്റുള്ളവർ നമ്മളെ വിമർശിച്ചു കൊണ്ടിരിക്കട്ടെ. നമ്മളുടെ പാഷൻ എന്താണോ അതിലൊരു ഗോൾ സെറ്റ് ചെയ്ത് അതായത് അച്ചീവ് ചെയ്യാൻ നമ്മൾ മുന്നോട്ട് പോകാം. മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് പറഞ്ഞാലും നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളോട് ഒരാൾ പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം നമ്മളത് സ്വീകരിക്കുക. നെഗറ്റീവ് കാര്യം പറഞ്ഞാൽ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റു ചെവിയിൽ കൂടെ പുറത്തേക്ക് കളയുക. അതുപോലെ തന്നെ നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്ന ആൾക്കാരെ ആയിട്ടുള്ള റിലേഷൻ നമ്മൾ കട്ട് ചെയ്യുക. പോസിറ്റീവ് പറയുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ കൂടുതൽ കണക്റ്റ് ആവുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരുന്ന മൊബൈൽ സ്ക്രീൻ ടൈം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ഉപയോഗം ഒരുപാടുള്ളവരാണെങ്കിൽ അതുപോലെ മദ്യപാനം അങ്ങനെ എന്തെങ്കിലും ദുശീലങ്ങൾ എന്തെങ്കിലും ഹാബിറ്റിന് അഡിക്റ്റ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ആ ടൈം നിങ്ങൾ എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ബുക്ക് റീഡ് ചെയ്യുക. ഇങ്ങനെയുള്ള മറ്റുള്ള ഹാബിറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ ശീലങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ആ ടൈമിൽ നമുക്ക് ഇപ്പോൾ സ്മോക്ക് ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ ആ ടൈമിൽ നമ്മളൊരു ബുക്ക് എടുത്ത് വായിക്കുക, അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സോങ് കേൾക്കുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക. അതുപോലെ മദ്യപിക്കുന്ന ആൾക്കാരാണെങ്കിൽ മദ്യപിക്കാനുള്ള ആസക്തി തോന്നുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഹെഡ്ഫോൺ എടുത്ത് വെച്ച ശേഷം ഒരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്ത് വായിക്കുക, അല്ലെങ്കിൽ നമുക്ക് ടി വിയിൽ ഇഷ്ടപ്പെട്ട ഒരു ഷോ കാണുക. അങ്ങനെയൊക്കെ നമുക്ക് ഈ മദ്യപാനം മറ്റുള്ള ദുശീലങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. പോസിറ്റീവായ ആൾക്കാരുമായിട്ട് കൂടുതൽ നമ്മൾ കണക്ട് ആകാൻ നോക്കുക. നെഗറ്റീവായ ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻ നമ്മൾ ബ്രേക്ക് ചെയ്യുക. അതുപോലെ നമ്മൾ മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പോകാതിരിക്കുക. നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോകാം. ഇന്നത്തെ കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവർ നന്നാകുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യമില്ല. എല്ലാ നാട്ടിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് പറയുന്നതെന്നോ ഒന്ന് ശ്രദ്ധിക്കാൻ പോകാതിരിക്കുക. നമ്മുടെ താല്പര്യങ്ങൾ എന്താണോ അതുമായിട്ട് മുന്നോട്ട് പോകാം. മറ്റുള്ളവർ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളത് റിജക്റ്റ് ചെയ്യുക. നല്ല കാര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുക. അടുത്ത വർഷം തൊട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരുടെ ഒരു സ്വഭാവമാണ് മറ്റുള്ളവരെ വിമർശിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അവരുടെ വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാൻ പോകാതിരിക്കുക. നിങ്ങളുടെ ഭാഷ എന്താണോ അതിലൊരു ഗോൾ സെറ്റ് ചെയ്ത് നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകുക. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും പറയട്ടെ എന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. ഒരു ചെറിയ ജീവിതമാണ്, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ താല്പര്യത്തിന് ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിലൊരു സന്തോഷമോ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ജീവിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക.